മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെ ലോകത്ത് വന്ന 1,24,000 അമ്പിയാക്കളും കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2 നബിമാരുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒന്ന് യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാര്യത്തിൽ, മറ്റൊന്ന് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാര്യത്തിൽ. അതിൽ യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസം ബാലിശമായ അഭിപ്രായമാണ്, ശരിയല്ല എന്ന് ഭൂരിഭാഗം ആളുകളും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈസാ നബി അലൈഹി ഇസ്ലാം കല്യാണം കഴിച്ചിട്ടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസമനുസരിച്ച് ഖിയാമത്ത് നാളിൻ്റെ മുന്നോടിയായി ഈസാ നബി അലൈഹി ഇസ്ലാം ഇറങ്ങി വരും എന്നാണ്. അങ്ങനെ കല്യാണം കഴിച്ച് ജീവിച്ച് മക്കളുണ്ടായി മരണപ്പെട്ട് മദീനയിൽ റൗള ഷരീഫിൻ്റെ അടുക്കൽ അല്പം സ്ഥലം ഒഴിച്ചിട്ടിട്ടുണ്ട്. അവിടെ മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ മറവ് ചെയ്യുമെന്നാണ്. അതോടുകൂടി 1,24,000 അമ്പിയാക്കളും പെണ്ണെട്ടിയവരാവും. വേറെ അഭിപ്രായത്തിൽ 2,24,000 നബിമാരുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ 2,24,000 അമ്പിയാക്കളും കല്യാണം കഴിച്ചവരാകും എന്നതാണ്. അതുകൊണ്ട് കുടുംബജീവിതം എന്ന് പറയുന്നത് അമ്പിയാക്കളിലേക്ക് ചേർക്കപ്പെട്ട പുണ്യമായ ഒരു ഇബാദത്താണ്. ആദ്യമായി കല്യാണം കഴിച്ചത് നമ്മളെ വല്ലിപ്പ അബൂന അബുൽ ബഷർ സയ്യിദുന ആദം അലൈഹിസ്സലാം. ആദ്യത്തെ മനുഷ്യനും ആദം നബിയാണ്, ആദ്യത്തെ മുഅ്മിനും ആദം നബിയാണ്, ആദ്യത്തെ നബിയും ആദം നബിയാണ്, ആദ്യത്തെ പുതിയാപ്പിളയും ആദ്യം നബിയാണ്. ആദ്യത്തെ പുതിയണ്ണ് നമ്മളെ അമ്മയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയാണ്. കല്യാണം സ്വർഗത്തിൽ വെച്ചായിരുന്നു. അവിടുത്തെ ബിരിയാണി കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു. ചുരുക്കാക്കി പറയുമ്പോൾ അവസാനത്തെ കല്യാണം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറിയം ബീവിയെ കല്യാണം കഴിക്കുന്നതാണ്. അതും സ്വർഗത്തിൽ വെച്ചാണ്. അതിനെ മുത്ത് നബിയുടെ തൃക്കല്യാണം എന്നാണ് പറയുക. ആ ശബ്ദം എവിടുന്നാന്ന് മനസ്സിലാവണില്ല എനിക്ക്. ചെറിയ കുട്ടികളല്ല, ചെറിയ കുട്ടികൾക്ക് പ്രശ്നമല്ല, അഡ്ജസ്റ്റബിളാണ്. മുതിർന്നവരുടേത് അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസമാണ്. അതിനി വളണ്ടിയർമാരുടേതാണെങ്കിലും ശരി, ചെറിയ കുട്ടികൾക്ക് പ്രശ്നമല്ല, വലിയ ആൾക്കാർ, അതിന് സ്ത്രീകളാണെങ്കിലും ശരി, സംഘാടകരാണെങ്കിലും ശരി, ശരിയാവുന്നുണ്ട്. പക്ഷെ കുറച്ച് ആക്കത്തിനെ ശരിയാവുള്ളൂ എന്ന് മാത്രം. ചിലപ്പോൾ ഒരു യാനബിയൊക്കെ ഒന്ന് ഉഷാറിൽ ചെല്ലിയാൽ ശരിയാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ശരിയാവാൻ എന്നുള്ള നീയത്തിൽ എല്ലാവരും എൻ്റെ ഒപ്പം ഒരു യാനബി അല്ലണം. യാനബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. ഒരു 80% ശരിയായിട്ടുണ്ട്. ഇനി ബാക്കി 20 നമുക്ക് പ്രസംഗത്തിൻ്റെ ഇടയിൽ എപ്പോഴേലൊക്കെ വെച്ച് ശരിയാക്കാം. എന്തായാലും പ്രസംഗം കഴിയുമ്പോൾ തന്നെ എല്ലാവരെയും ശരിയാക്കിയിട്ട് തന്നെ ഞാൻ പോവുള്ളൂ. അങ്ങനെയാണ് തീരുമാനം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് കുടുംബജീവിതം. ഒന്നാമത്തെ കല്യാണം സുന്നത്ത് കേട്ടോ, രണ്ടാമത്തത് ഹലാലേ ഉള്ളൂ. ചില ആൾക്കാർക്ക് വിചാരമുണ്ട് 4 സുന്നത്താണെന്ന്. അങ്ങനെയില്ല. അത് തഴവ ഉസ്താദിൻ്റെ അൽ മവാഹിബുൽ ജലിയ എന്ന മലയാളത്തിലെ കിതാബിൽ തന്നെ ഉണ്ട്. അത് മനസ്സിലാക്കാൻ അറബി അറിയണം എന്നില്ല, മലയാളം അറിഞ്ഞാൽ തന്നെ മതി. തഴവയുടെ അൽ മവാഹിബുൽ ജലിയയിലുണ്ട്. 1 സുന്നത്ത്. ബാക്കി ആവശ്യമുള്ളവർക്ക് 3 കൂടി ആവാം, ഹലാലാകും. 5ാമത്തത് ഹറാമുമാവും.
അങ്ങനെയാണ് ശരീഅത്തുൽ ഇസ്ലാമിൻ്റെ നിബന്ധന. അതുകൊണ്ട് അമ്പിയാക്കളിലെ പ്രധാനപ്പെട്ട ഒരു ചര്യ, എന്തിനാണ് കല്യാണം കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം, സ്വർഗത്തിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ് ജീവിതം എന്നതിനാണ് കല്യാണം കഴിക്കുന്നത്. അത് സൂറത്തു യാസീനിൽ പറഞ്ഞിട്ടുണ്ട്. ഹും വ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായിക്കി മുത്തക്കിഊൻ എന്നതാണത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഫ്ളലുൽ അംബിയ ആണ്. അംബിയാക്കളിൽ ഏറ്റവും ഫളിലുള്ള ആളാണ്. അത്തര ഫളില് നബിമാരിൽ വേറെ ആർക്കുമില്ല. അമ്പിയാക്കളിൽ ഏറ്റവും ഫളിലുള്ള ആള് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്. ഇബ്രാഹിം നബിയേക്കാൾ ഫളിലുള്ള ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ അംബിയാ മാത്രമല്ല, അഷ്റഫുൽ ബഷറാണ്. മനുഷ്യരിൽ ഏറ്റവും ഫളിലുള്ള ആളാണ്. ജിബ്രീലിനേക്കാൾ അലൈഹിസ്സലാം. മാസിവൽ ബാരി തആല, അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഫളിലുള്ളത് മുഹമ്മദ് നബിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഷ്റഫുൽ ബഷർ മാത്രമല്ല, അഷ്റഫുൽ ഖൽഖാണ്. സൃഷ്ടികളിൽ ഏറ്റവും പോരിശയുള്ള ആളാണ്. കഅബയേക്കാൾ, ഖുർആനിനേക്കാൾ പ്രത്യേകതയുള്ളത് മുഹമ്മദ് നബിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മുഹമ്മദ് നബി ഇല്ലെങ്കിൽ ഖുർആൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഖുർആനിനേക്കാൾ പ്രാധാന്യമുള്ളത് മുഹമ്മദ് നബിക്കാണ്. അല്ലെങ്കിലും ഖുർആൻ അല്ലാഹു തആല ഞമ്മക്ക് തന്നതല്ല, ഖുർആൻ മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ട് മുഹമ്മദ് നബി നമുക്ക് തന്നതാണെന്ന് വെള്ളിയാഴ്ച ഓതുന്ന അൽ കഹ്ഫിൻ്റെ ആദ്യ ഭാഗത്തുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ. അബ്ദ് എന്ന് പറഞ്ഞാൽ ഒരാളാണ്, തോനാൾക്ക് ഇബാദ് എന്നാണ് പറയുക. ഒരാൾക്കാണ് ഖുർആൻ കൊടുത്തിട്ടുള്ളത്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി ഖുൽ ഇൻ കുൻതും അലാ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. പരിശുദ്ധ ഖുർആൻ ഒരാൾക്കാണ് നൽകിയിട്ടുള്ളത്. നിസ്കാരം അള്ളാഹു നമുക്ക് തന്നതല്ല, നിസ്കാരം മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ട് മുഹമ്മദ് നബി നമുക്ക് തന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് അള്ളാഹു നമുക്ക് തന്നതല്ല, മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് തന്നതാണ്. ലൈലത്തുൽ ഖദ്റിനേക്കാൾ പ്രത്യേകത മുഹമ്മദ് നബിക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ലൈലത്തുൽ ഖദ്റിൻ്റെ പ്രത്യേകത ഖുർആൻ ഇറങ്ങി എന്നതാണ്. ഖുർആനാണെങ്കിൽ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെങ്കിൽ ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവില്ല. ലോകത്ത് എന്തെല്ലാം ഫളിലുകളുണ്ടോ ആ ഫളില് മുഴുവൻ മുഹമ്മദ് നബിയെ കൊണ്ടുണ്ടായതാണ്. വെള്ളിയാഴ്ചയുടെ ഫളില് മുഹമ്മദ് നബിനെ കൊണ്ടുണ്ടായതാണ്. റമളാൻ മാസത്തിൻ്റെ ഫളില് മുഹമ്മദ് നബിയെ കൊണ്ടുണ്ടായതാണ്. ഇനി ഓരോരുത്തരെയും കുറിച്ച് ആലോചിക്കുക. സാലിം ഫൈലിയുടെ ഫളില് മുഹമ്മദ് നബിനെ കൊണ്ടുണ്ടായതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊക്കെ ആ സ്ഥാനത്ത് നിങ്ങൾ ആലോചിച്ചാൽ മതി. നമുക്കൊക്കെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ആ പ്രത്യേകത മുഴുവനും മുഹമ്മദ് നബിയെ കൊണ്ടുണ്ടായതാണ്. അള്ളാഹു നമുക്ക് ഖുർആൻ തന്നിട്ടില്ല, നോമ്പ് തന്നിട്ടില്ല, നിസ്കാരം തന്നിട്ടില്ല. അള്ളാഹു നമുക്ക് തന്നത് മുഹമ്മദ് നബിയെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയൊക്കെ മുഹമ്മദ് നബിയാണ് തന്നത്. ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അത് മുഴുവനും മുഹമ്മദ് നബിക്ക് വേണ്ടി സംഭവിച്ചതാണ്. ലോകത്ത് എന്തെല്ലാം സംഭവിക്കാതിരുന്നിട്ടുണ്ടോ അതും മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ്. ഇനി ലോകത്ത് എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ അതും മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ്. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത് മുത്ത് നബിക്ക് വേണ്ടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ കയറിയത് പുണ്യ നബിക്ക് വേണ്ടിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെന്തെല്ലാം സംഭവമുണ്ടോ അത് മുഴുവൻ മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ്. ഞാൻ അത്ര മനസ്സിലാവാത്തൊരു കാര്യമാണ്, സംഭവിക്കാത്തതും മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ്. ഉദാഹരണം, മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചിട്ടില്ല. എന്തുകൊണ്ട്? മുഹമ്മദ് നബിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. ലോകത്ത് സംഭവിക്കാത്തതും മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ്. ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ
അതും മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ്. ഉദാഹരണം മഹ്ശറ. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കണം, എന്നാലേ റേഞ്ച് കിട്ടുള്ളൂ. മഹ്ശറ മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യത്തിൽ മഹ്ശറയിൽ എന്താ ഉള്ളത്? മഹ്ശറയിൽ 50,000 കൊല്ലം ചെമ്പിൻ്റെ തറയിൽ നിൽക്കും. സൂര്യൻ ആലങ്കാരിക പ്രയോഗമാണെന്ന് വെച്ചാലും ഒരു ചാൺ ഉയരത്തിൽ വന്നു നിൽക്കുന്നതിനാൽ ശക്തമായ ചൂടുണ്ടാവും. 50,000 കൊല്ലം ഹിസാബൊന്നുമില്ല, വെറുതെ നിൽക്കുകയാണ്. ചെമ്പിൻ്റെ തറയിൽ ചൂട് സഹിച്ച് വെറുതെ ഇങ്ങനെ നിൽക്കും. 50,000 കൊല്ലം കഴിയുമ്പോൾ ആളുകൾ പരസ്പരം പറയും, എന്താപ്പം ഈ നൃത്തത്തിൻ്റെ ഒരർത്ഥം ഞമ്മക്ക് എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കിയാലോ? അങ്ങനെ പോകും. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അബുൽ അംബിയ ആണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയും, കുട്ടികളെ, ഞാൻ എൻ്റെ കാര്യത്തിൽ തന്നെ വലിയ ബേജാറിലാണ്, നിങ്ങൾ വേറെ എവിടെയും പോയി നോക്കി. നൂഹ് നബിയുടെ അടുക്കൽ പോകും, സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ പോകും, സയ്യിദുനാ ഈസ അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ പോകും. എല്ലാവരും ഇതുപോലെ പറയുമ്പോൾ അവസാനമായി അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോകും. സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇബ്രാഹിം നബിൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല. എന്നാൽ പിന്നെ നമുക്ക് ആദ്യം തന്നെ അവിടെ പോകാതെ നബി തങ്ങളുടെ അടുത്തേക്കാണ് പോയാൽ മതിയാവൂലേ? ഈ ഇരിക്കണേ നമുക്ക് എല്ലാവർക്കും ഏതായാലും അറിയാലോ നൂഹ് നബിൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല. എന്നാൽ പിന്നെ ആദ്യം തന്നെ അങ്ങോട്ട് പോകാതെ മുത്ത് നബിയുടെ അടുത്ത് പോയാൽ പോരെ? പറ്റൂല. എന്തുകൊണ്ട്? അതിലൊരു രഹസ്യമുണ്ട്. അങ്ങനെ എല്ലാ പ്രവാചകന്മാരും ഒഴിയുമ്പോൾ അവസാനം പുണ്യനബിയുടെ അടുക്കൽ പോകും സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളോട് പറയും, അല്ലാഹുവിൻ്റെ റസൂലേ മുഹമ്മദ് നബിയെ, നിങ്ങളൊന്ന് പറയുമോ എന്ന് ചോദിക്കും. ആ പറച്ചിൽ ഇങ്ങനെയാണ്, സ്വർഗത്തേക്കായാലും വേണ്ടില്ല, നരകത്തേക്കായാലും വേണ്ടില്ല, ഇവിടുന്ന് ഒന്നാണ്ട് കഴിച്ചിലായാൽ മതിയായിരുന്നു. സ്വർഗത്തേക്കായാലും വേണ്ടില്ല, നരകത്തേക്കായാലും വേണ്ടില്ല, ഇവിടുന്ന് കഴിച്ചിലായാൽ മതിയായിരുന്നു എന്നാണ്. സ്വർഗത്തേക്കായാലും വേണ്ടില്ല എന്നുള്ളത് ഓക്കെയാണ്. നരകത്തേക്കായാലും വേണ്ടില്ല എന്ന് നിങ്ങളാരെങ്കിലും പറയുമെന്ന് അറിയില്ല, ഞാൻ ഏതായാലും പറയില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, എനിക്കില്ല, നിങ്ങൾക്കുണ്ടോ അറിയില്ല. എന്നാ പിന്നെ പറയില്ലേ? പറയും. എന്തുകൊണ്ട്? പറയാൻ പോണ കൂട്ടത്തിൽ അബൂജഹലുണ്ട്, അതുകൊണ്ട്. പറയാൻ പോണ കൂട്ടത്തിൽ അബൂ സുഫിയാൻ ഉണ്ട്, പറയാൻ പോണ കൂട്ടത്തിൽ നമ്രൂദ് ഉണ്ട്, പറയാൻ പോണ കൂട്ടത്തിൽ ഖാറൂനുണ്ട്, പറയാൻ പോകുന്ന കൂട്ടത്തിൽ ഫിറഔനുണ്ട് ലഅനത്തുല്ലാഹി അലൈഹിം. ഓൽക്കറിയാ ഓല് നരകത്തേക്കാന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടുന്നൊന്നാട് പോയി കിട്ടിയാൽ മതി, നരകത്തേക്കായാലും വേണ്ടില്ല, സ്വർഗത്തേക്കായാലും വേണ്ടില്ല. ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോയി അർശിൻ്റെ താഴ്ഭാഗത്ത് സുജൂദിൽ വീണ് കിടക്കും. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സുജൂദിനൊടുവിൽ അള്ളാഹു പറയും, മുഹമ്മദ് സൽത്തുഴ്ത്ത, മുഹമ്മദേ തല ഉയർത്തു, എന്താണ് ആവശ്യമെങ്കിൽ പറയൂ, നിങ്ങളുടെ ആവശ്യം നിർവഹിച്ചു തരാമല്ലോ. മുഹമ്മദേ തല ഉയർത്തു എന്നാണ്. മുഹമ്മദേ എന്ന് അള്ളാഹു മുത്തുനബിയെ അതിനു മുമ്പ് ഒരു തവണ പോലും വിളിച്ചിട്ടില്ല. നിങ്ങൾ എൻ്റെ പ്രസംഗം ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് അറിയില്ല, അതോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പരിപാടിയാണോ എന്ന് മനസ്സിലായിട്ടില്ല. ഏതായാലും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. മുഹമ്മദേ എന്ന് അള്ളാഹു നബി തങ്ങളെ അതിൻ്റെ മുമ്പ് വിളിച്ചിട്ടില്ല. ഖുർആനിൽ എവിടെ പരിശോധിച്ചാലും യാ മുഹമ്മദ് എന്ന് കാണൂല. യാ അയ്യുഹൻ നബിയു എന്ന് വിളിച്ചിട്ടുണ്ട്, യാ അയ്യുഹർ റസൂലു എന്ന് വിളിച്ചിട്ടുണ്ട്, യാ അയ്യുഹൽ മുസമ്മിലു എന്ന് വിളിച്ചിട്ടുണ്ട്, യാ അയ്യുഹൽ മുദ്ദസ്സിറു എന്ന് വിളിച്ചിട്ടുണ്ട്. അതൊക്കെ ഓമനപ്പേരാണ്. തോഹ എന്ന് വിളിച്ചിട്ടുണ്ട്, യാസീൻ എന്ന് വിളിച്ചിട്ടുണ്ട്, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിളിച്ചിട്ടില്ല. ഈ വിളിയിലൊരു പ്രത്യേകത ഉണ്ട്. വിളി യോഗ്യതയുടെ മേൽ അറിയിക്കുമെന്നാണ്. ഇപ്പം സാലിം ഫൈസിയായ എന്നെ പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുകയാണ് അധ്യക്ഷൻ അസൈനാർ ഫൈസി. എങ്ങനെ വിളിക്കേണ്ടത്? പ്രൗഢോജ്വല പ്രഭാഷകനും ചിന്തകനും പണ്ഡിതനുമായ സാലിം ഫൈസി എന്നേ പറയാൻ പറ്റുള്ളൂ. തുണിങ്കുപ്പായും തിരുമ്പുന്നവനും ബസ്സിൽ യാത്ര ചെയ്യുന്നവനുമായ സാലിം ഫൈസി എന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? ബസ്സിൽ യാത്ര ചെയ്യാത്തോണ്ടാ? അല്ല. തുണിങ്കുപ്പായും തിരുമ്പാത്തോണ്ടാ? അല്ല. കക്കൂസ് കഴുകാത്തോണ്ടാ? അല്ല. പക്ഷെ അത് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? പ്രസംഗിക്കണതിൻ്റെ യോഗ്യത അതല്ല, അതുകൊണ്ടാണ് പറയാൻ പാടില്ലാത്തത്.
അത് പറയാൻ പറ്റുന്ന വേറെ സ്ഥലം ഉണ്ടാവും, അവിടെ പറയാം. ഇവിടെ പറയേണ്ടത് പണ്ഡിതനും പ്രഭാഷകനുമായ എന്തുകൊണ്ട് പ്രസംഗിക്കാനുള്ള യോഗ്യത അതാണ്. അതുകൊണ്ട് ഇർഫറസക്കയാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുഹമ്മദെ തല ഉയർത്തു എന്ന് പറഞ്ഞാൽ ഷഫാഅത്തിൻ്റെ യോഗ്യത മുഹമ്മദിയത്താണ്, നുബുവത്തല്ല, റിസാലത്തല്ല എന്ന് മനസ്സിലാകും. നബിയും റസൂലുമാകുന്നതിൻ്റെ 40 കൊല്ലം മുമ്പ് മുഹമ്മദായിട്ടുണ്ട്. അതാണ് റബീഉൽ അവ്വൽ 12. റബീഉൽ അവ്വൽ 12 നബിയുടെ ജന്മദിനമല്ല. റബീഉൽ അവ്വൽ 12 മുഹമ്മദിൻ്റെ ജന്മദിനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റിസാലത്തിന് അംഗീകരിച്ചാൽ പോരാ, നുബുവത്തിന് അംഗീകരിച്ചാൽ പോരാ, മുഹമ്മദിയത്തിനെ അംഗീകരിക്കണം. അല്ലെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഹോളിൽ അവന് സീറ്റുണ്ടായിരിക്കില്ല. ഞാൻ ഈ പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരടിസ്ഥാനത്തെക്കുറിച്ചാണ്.